ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരിയാണ്. ഞാൻ ഒരു വീഡിയോ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. എനിക്ക് എല്ലാവരിനെ പോലെ ഈ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ആ വീഡിയോ ഇടുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മമ്മൂട്ടി, മോഹൻലാൽ, സിദ്ദീഖാണ് ഇരിക്കുന്നത്. ഞാനിത് അന്നേ കണ്ടു ഈ വീഡിയോ. എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഈ നാറിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളൊരിതിലാണ് ഞാനത് വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയിൽ എന്ന് പറയുന്നത് നടന്മാരിനെ കുറിച്ച് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ സൂപ്പർ സ്റ്റാറുകൾ, അതായത് ആൾക്കാർ മറ്റേ പാലും തേനും കൊണ്ടൊഴിക്കുന്ന കുറേ സൂപ്പർ സ്റ്റാറുകളുണ്ടല്ലോ, ആ സൂപ്പർ സ്റ്റാറുകളാണല്ലോ മറ്റേവരിയ്ക്കുന്നതിൽ. ആ നടുക്കിലത്തെ ഒരു കക്ഷി സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ. അത് ഏതൊരു സിനിമാ നടീൻ്റെ മകളാണെന്നാണ് പറയുന്നത്, ഞാൻ കേട്ടത്. അപ്പോൾ ആ പെൺകുട്ടി ഡാൻസ് കളിക്കുമ്പോൾ മോഹൻലാൽ ആ കൈ കൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്, സ്റ്റേജിലിരുന്നിട്ട് ആ പെൺകുട്ടിനെ നോക്കിയിട്ട്. ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുമ്പോൾ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന് ഇങ്ങനെ ഒരു ധ്വനി അവൻ്റെ ഉള്ളിൽ തോന്നിയിട്ട് അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കണമെങ്കിൽ ജീവിതത്തിൽ ആ മനുഷ്യൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ആരൊക്കെ അവരെ വെളുപ്പിക്കാൻ നോക്കിയാലും അവരൊന്നും ഇനി വെളുക്കാൻ പോകുന്നില്ല. കാരണം ആ ഒരു വീഡിയോയിൽ തന്നെ മോഹൻലാലിൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം ജനങ്ങൾക്കുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനി ഗവൺമെൻറ്റല്ല, ഏത് ആൾക്കാരായാലും സൂപ്പർ സ്റ്റാറുകളിനെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവരുടെ കയ്യിലിരിപ്പ് ഈ പെണ്ണുങ്ങളിനെ കാണുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ അവരൊരു ചന്തമുള്ളൊരു പെൺകുട്ടിനെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾ വെറുതെ അല്ല ഈ ഓരോന്ന് പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവരിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമല്ല. അവർ സിനിമയിൽ എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അവരൊന്നും അത്ര നല്ല മനുഷ്യരൊന്നും അല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കൂടെ മോഹൻലാലിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരും പരാതിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഒരു ഇതുമല്ല, മനസ്സിലാകണ്ട. അപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഞാൻ ആരിൻ്റെ പേര് പറയുന്നില്ല, കാണിച്ചത് മോഹൻലാലാണ്. മറ്റവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട് അപ്പുറത്തിരുന്നിട്ട്. അപ്പോൾ എന്തായാലും റിപ്പോർട്ടുകൾ വരട്ടെ, നമുക്ക് പുറത്ത് വരുമ്പോൾ അറിയാലോ. ഓക്കെ, ബൈ.